ശക്തമായ മഴ മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്നു. ഇനി മധ്യ കേരളത്തിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നും ബീന റാണി ചേരുന്നു. ബീന, എറണാകുളത്ത് എങ്ങനെയാണ് മഴ അനുഭവപ്പെടുന്നത്? ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ടല്ലോ. ഏതെല്ലാം പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്? മഴയുടെ ദുരന്തം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ടോ? ബീന റാണി. വിനോദ്, എറണാകുളം ജില്ലയിലും മഴ ശക്തിയായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കോതമംഗലത്ത് രാത്രിയിൽ ശക്തമായുണ്ടായ മഴയിൽ പൂയംകുട്ടി പുഴ കരകവിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. മണികണ്ഠൻ ചപ്പാത്ത് മുങ്ങി ഉരുളൻ തണ്ണിയിലും വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോതമംഗലം ബ്ലാവനയിൽ വെള്ളം ഉയർന്ന് ജങ്കാർ സർവീസ് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് മൂവാറ്റുപുഴ നഗരത്തിലെ പല ജനവാസ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മൂവാറ്റുപുഴ 6 ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഭാഗങ്ങളിലും റോഡുകളിലും എല്ലാം തന്നെ വെള്ളം കയറി സഞ്ചാരം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് പെരിയാറിലെ ജലനിരപ്പും ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽപ്പുണ്ട്. ഇടുക്കി ജില്ലയിലാണെങ്കിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ അത് മൂവാറ്റുപുഴ 6 ജലനിരപ്പ് ഉയരുന്നതിനും ഒപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതിന് ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ആളുകളുടെ സാധന സാമഗ്രികളെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരെയും മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. കോട്ടയം ജില്ലയിൽ 1 മരണവും ഇടുക്കിയിൽ 2 മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വലിയ രീതിയിൽ ഉള്ള വാർത്തകളൊന്നും തന്നെ ആ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ജലനിരപ്പ് മൂവാറ്റുപുഴ പുഴകളിലാണ് ഇപ്പോൾ ജലനിരപ്പ് വാർണിംഗ് ലെവൽ ക്രോസ് ചെയ്ത് അതിന് മുകളിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ആളുകളെ മാറ്റി പാർപ്പിക്കാനൊന്നും തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജില്ലാ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ബാക്കി നടപടികളെല്ലാം പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. വ്യക്തമാണ്. മൂവാറ്റുപുഴ കോതമംഗലം ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായി തന്നെ എറണാകുളം ജില്ലയിലും അനുഭവപ്പെടുകയാണ്. കോതമംഗലം മൂവാറ്റുപുഴ ഭാഗങ്ങളിലാണ് കൃത്യമായി വെള്ളക്കെട്ടും അതുപോലെ തന്നെ മഴ ദുരന്തവും അനുഭവപ്പെടുന്നത് എന്ന് ബീന റാണിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കിയിൽ പൊതുവെ മഴയുടെ കാഠിന്യം വളരെ ശക്തമാണ്. ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദേശീയപാതയിലടക്കം മണ്ണിടിഞ്ഞ ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു. ഇടുക്കിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. ഒരു വീട്ടമ്മയെ ആണ് ആദ്യം മണ്ണിനടിയിൽ നിന്നും കണ്ടെടുത്തത്. പിന്നെ മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. വിവിധ വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. വിവിധ റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. പൊതുവെ അവിടെ ഉരുൾപൊട്ടിയ മേഖലയിൽ അടക്കം അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. അനിഷ്ട സംഭവങ്ങൾ, അതായത് മഴയുടെ വ്യാപ്തിയും അതോടൊപ്പമുണ്ടായ അനിഷ്ട സംഭവങ്ങളും എത്രത്തോളം എന്നുള്ളതിന്റെ ചിത്രം വ്യക്തമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇടുക്കി ജില്ലയിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാഞ്ഞാറിന് സമീപം അടൂർ മലയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരു വീട്ടമ്മ മരിക്കുകയും ചെയ്തത്. 3 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഈ മണ്ണ് ഇടിഞ്ഞു വരുന്നതിനിടെ ഇവർ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു. വീട്ടമ്മയായിട്ടുള്ള സുമതിയാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം നിലവിൽ തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോലാഹലമേട്ടിലാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നത്. പ്രഭാകരൻ നായർ എന്ന വ്യക്തിയാണ് ഈ വീടിനുള്ളിലുള്ളത്. ഇയാളെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മണ്ണെടുത്ത് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ ഇയാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും മറുവശത്ത് ഈ പറയുന്ന അടൂർ മലയിൽ 29 സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതീവ ശ്രമകരമായിരുന്നു രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയുടെ പല മേഖലകളിലും മണ്ണിടിഞ്ഞും മരം വീണും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാർ വാളറ പാതയിൽ ദേശീയപാതയിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിലവിലിപ്പോൾ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള മേഖലകളിൽ റോഡിൽ പ്രധാന പാതയിൽ
നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇവിടെയും ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മണ്ണും കല്ലുമെല്ലാം നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. വണ്ടിപ്പെരിയാർ മേഖലയിൽ KK റോഡിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ഈ റോഡിലൊക്കെ ഉൾപ്പെടെ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ആറിന്റെ തീരത്ത് ഉണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻഭാഗത്താണ്. ഈ ആരോഗ്യ കേന്ദ്രം പൂർണ്ണമായും പകൽ വെള്ളത്തിനടി ഇത്തരത്തിൽ ഈ പുലർച്ചയോടെ ഉണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ആ തോട്. ഈ തോടിന്റെ മറുവശത്താണ് ഈ ആശുപത്രി ഉള്ളത്. ആശുപത്രിയുടെ ഈ തൊട്ടപ്പുറത്ത് കാണുന്ന കെട്ടിടത്തിന്റെ ആ ജനൽച്ചില്ലിലോളം വെള്ളം കയറിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിശക്തമായ ഒഴുക്കാണ് തോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്താൽ ഇവിടെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അതോടൊപ്പം തന്നെ ഇരട്ടയാർ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. പ്രധാനമായും മൂന്നാർ, അതോടൊപ്പം തന്നെ ശാന്തൻപാറ, ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുണ്ട്. അവിടെയും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ NDRF സംഘത്തെ ജില്ലയിലേക്ക് എത്തിച്ച് ഈ മുൻകരുതൽ നടപടികൾ കുറച്ചുകൂടി ശക്തമാക്കാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ്. ജില്ലയിലേക്കുള്ള യാത്രകൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതലായി വിനോദസഞ്ചാരികൾ എത്തുന്നതാണ്. അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ പ്രധാനമായും അടിമാലി മുതൽ വാളറ വരെയുള്ള ദേശീയപാതയിൽ പലയിടങ്ങളിലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. വലിയ മൺതിട്ടകൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതീവ ജാഗ്രത അതിൽ സഞ്ചരിക്കുന്ന ആളുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. വ്യക്തമാണ്. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നു. അവിടെ വ്യാപകമായ നാശനഷ്ടമുണ്ട്. മലയോര മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ അടക്കം ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു. വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായി പ്രത്യേക സംഘം തന്നെ, രക്ഷാപ്രവർത്തകർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അതേപോലുള്ള ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ നൽകി ജില്ലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി പത്തനംതിട്ടയിൽ റാന്നിയിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ഇട്ടിയപ്പാറ ടൗണിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്.